യേശുവിൽ എനിക്കേറ്റവും പ്രിയപ്പെട്ടവരെ, 1960 രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഒരു ഇറ്റലിക്കാരനുമായിട്ട് ഞാൻ സംസാരിച്ചു, പരിചയപ്പെട്ടു. അയാളുടെ ദേഹം മുഴുവനും ഒത്തിരി പാടുകളാണ്. ഞാൻ ചോദിച്ചു, എന്താണ് ഈ പാടുകൾ? അദ്ദേഹം പറഞ്ഞു, ഞാനൊരു എക്സ് മിലിറ്ററിയാണ്. ലോകമഹായുദ്ധത്തിൽ ഞാൻ യുദ്ധം ചെയ്ത് എൻ്റെ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ പരിശ്രമിച്ചതിൻ്റെ അടയാളങ്ങളാണ് ഈ പാടുകളൊക്കെ. എനിക്ക് പാവം തോന്നി. ഞാൻ പറഞ്ഞു, ഒരു പക്ഷേ ഒരു നല്ല പ്ലാസ്റ്റിക് സർജറി ചെയ്താൽ നിങ്ങൾ ഈ പാടുകളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റില്ലേ? അപ്പോൾ അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഫാദർ എന്തായി പറയുന്നത്? ഞാനിത് അഭിമാനത്തോടെയാണ് ഈ മുറിവുകൾ വഹിച്ചുകൊണ്ട് നടക്കുന്നത്. എൻ്റെ രാജ്യത്തിന് വേണ്ടി ഞാൻ പോരാടി എന്നുള്ളതിന് ഏറ്റവും വലിയ സാക്ഷ്യമാണിത്. അതുകൊണ്ട് എനിക്കൊരു സർജറിയും ആവശ്യമില്ല. യേശുവിൻ്റെ പീഡാസഹനത്തിൽ ദേഹത്തിൽ മുറിവില്ലാത്തൊരു ഭാഗം പോലും അതുപോലെ മുറിവേറ്റു. പക്ഷേ യേശു ഉദ്ധാനം ചെയ്തപ്പോൾ ആ മുറിവുകളെല്ലാം മാഞ്ഞുപോയി. എങ്കിലും യേശു മായ്ക്കാതെ ഒരു 5 മുറിവുകൾ സൂക്ഷിച്ചു, പഞ്ചക്ഷതങ്ങൾ. അത് യേശുവിൻ്റെ കൈകളിലെ ആണിപ്പൊഴുതുകൾ, കാലിലെ ആണിപ്പൊഴുതുകൾ, അതുപോലെ തിരുവിലാവിലെ വലിയ മുറിവ്, ഇവ 5 കർത്താവ് സൂക്ഷിച്ചു. ഏതോ തൻ്റെ ഐഡൻറ്റിറ്റി മാർക്സ് പോലെ അത് സൂക്ഷിച്ചു. ഞാനൊക്കെ ചെറുപ്പമായിരുന്നപ്പോൾ ഐഡൻറ്റിറ്റി എങ്ങനെ കിട്ടുക? വല്ല മറുകൊണ്ടോ മുറിവുണ്ടോ ഇതൊക്കെ വെച്ചാണ് ഇതൊക്കെ എഴുതി വെക്കും, എൻ്റെ ഐഡൻറ്റിറ്റിയുടെ അടയാളങ്ങളായിട്ട്. യേശുവിൻ്റെ ഐഡൻറ്റിറ്റി എന്തായിരുന്നു ചോദിച്ചാൽ ഈ മുറിവുകളായിരുന്നു. ഉദ്ധാനത്തിൻ്റെ ഞായറാഴ്ച യേശു പ്രത്യക്ഷനാകുമ്പോൾ ശിഷ്യന്മാർ സന്തോഷം കൊണ്ട് വിശ്വസിക്കില്ലായിരുന്നു. അപ്പോൾ യേശു പറയേണ്ടിയിരുന്ന എങ്ങനെയാണ്, നിനക്കെന്ത് പറ്റി? എൻ്റെ മുഖത്തേക്ക് നോക്ക്, ഇത് ഞാൻ തന്നെയല്ലേ യേശു? ഇങ്ങനെയാണ് പറയേണ്ടിയിരുന്നത്. പക്ഷേ യേശു അങ്ങനെയല്ല പറഞ്ഞത്. യേശു പറയാണ്, നോക്കുക, എൻ്റെ കൈകളിലെ ആണിപ്പൊഴുതുകൾ നീ കണ്ടോ? എൻ്റെ വലിയ മുറിവ് നീ കണ്ടോ? നീ എന്താ വിശ്വസിക്കാത്തത്? അപ്പോൾ യേശുവിൻ്റെ ഐഡൻറ്റിറ്റി മാർക്സ് ഈ 5 അക്ഷരങ്ങളായിരുന്നു. ഇതിലൊരെണ്ണം കർത്താവ് ഒരെണ്ണത്തിന് വളരെ പ്രാധാന്യം കൊടുത്തിരിക്കുകയാണ്. യോഹന്നാൻ സുവിശേഷം പറയുകയാണ്, യേശു മരിക്കുന്ന അവസരത്തിൽ പടയാളികൾ വന്ന് യേശുവിൻ്റെ വലത്തും ഇടത്തും കിടന്ന കള്ളന്മാരുടെ കണങ്കാലുകൾ തകർത്തു. അതോടെ അവർ മരിക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ കണങ്കാലുകൾ തകർക്കാൻ അവിടെ ചെന്നപ്പോൾ അവർക്ക് മനസ്സിലായി, യേശു നേരത്തെ മരിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലായി. പിന്നെ കണങ്കാലുകൾ തകർത്തില്ല. എങ്കിലും അവിടെ നിന്ന ദുഷ്ടനായൊരു പട്ടാളക്കാരൻ, മൃദുലതയെന്ന് തൊട്ട് തേച്ചിട്ടില്ലാത്തൊരു മനുഷ്യൻ, തൻ്റെ ശൂലം കൊണ്ട് കർത്താവിൻ്റെ തിരുവിലാവ് കുത്തി തുറന്നു. അപ്പോൾ ആ തിരുവിലാവിൽ നിന്ന് മുറിഞ്ഞ ഹൃദയത്തിൽ നിന്നുള്ള രക്തവും വെള്ളവും ഒഴുകി. ഈ സംഭവത്തിന് യോഹന്നാൻ വളരെ വലിയ പ്രാധാന്യം കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത്, ഇത് ഞാൻ ശരിക്കും കണ്ടതാണ്. ഞാൻ ഈ കണ്ടത് ഇത് സത്യമാണ് ഞാൻ പറയുന്നത്, ഞാൻ സാക്ഷ്യം നൽകുന്നു. എന്നിട്ട് പറയുകയാണ്, ഇതിൻ്റെ പുറകിലൊരു ചരിത്രമുണ്ട്. ഈ സംഭവം നടക്കുന്നതിന് 500 കൊല്ലം മുമ്പ് സക്കറിയാസ് പ്രവാചകൻ പണ്ടേ പറഞ്ഞതാണ്, കുത്തിത്തുടിച്ചവനെ അവർ നോക്കി നിൽക്കും. അവിടെ ഈ സംഭവം നടന്നത് ഈ പ്രവചനം പൂർത്തിയാകാൻ വേണ്ടിയാണ്. അത്രയ്ക്ക് പ്രാധാന്യമുള്ളൊരു സംഭവമാണിത്. അപ്പോൾ യേശു ഈ പറഞ്ഞ 5 മുറിവുകൾ സൂക്ഷിച്ചു വെച്ചു. തോമാസ് ലീഹ യേശു പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടെ ഇല്ലായിരുന്നു. തോമായ്ക്ക് വലിയ വേദനയും പ്രയാസമുളവായി. ഞാൻ വിശ്വസിക്കില്ലെന്ന് പറഞ്ഞു. ആരെല്ലാം എന്ത് പറഞ്ഞാലും ഇനി ഞാൻ വിശ്വസിക്കണമെങ്കിൽ എൻ്റെ വ്യവസ്ഥകളിലെ വിശ്വസിക്കുകയുള്ളൂ. എൻ്റെ വ്യവസ്ഥ ഇതാണ്, എനിക്ക് യേശുവിനെ കാണണം, അവിടുത്തെ ആണിപ്പൊഴുതുകൾ എൻ്റെ വിരലിടണം, അവിടുത്തെ തിരുവിലാവിൽ എൻ്റെ കൈ ഇടണം, എങ്കിൽ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ. പിറ്റേ ഞായറാഴ്ച യേശു പ്രത്യക്ഷപ്പെട്ടു. നേരെ തോമയെ വിളിച്ചു, തോമയോട് വാ, നിൻ്റെ വിരലുകളിലൂടെ കൊണ്ടുവരൂ, ആണിപ്പൊഴുതുകളിടും, കൈ പിടിച്ചിട്ട് ബാ, എൻ്റെ പാർസൽ കൈ വയ്ക്കൂ എന്ന് പിടിച്ചു വയ്ക്കുകയാണ്. അപ്പോൾ തോമ വിളിച്ചു പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ.
നമുക്ക് യേശുവിനെ സംബന്ധിച്ച് ഈ 5 മുറിവുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ പട്ടാളക്കാരനെ സംബന്ധിച്ച് അവൻ്റെ മുറിവിൻ്റെ പാടുകളൊക്കെ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു, അഭിമാനമായിരുന്നു. യേശുവിൻ്റെ അഭിമാനം, സന്തോഷം, മുറിവുകളാണ്. എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? യേശു പറയാണ്, ഇതാ നീ എന്നെ കണ്ടോ, എൻ്റെ മുറിവുകൾ നീ കണ്ടോ, ഞാൻ ഉദ്ധാനം ചെയ്തിരിക്കുന്നു. പക്ഷെ നീ മനസ്സിലാക്കണം, നിനക്ക് വേണ്ടി പീഡ സഹിച്ച് കുരിശിൽ മരിച്ച ഒരു രക്ഷകനാണ് ഞാൻ, നിൻ്റെ ഉയർത്തെഴുന്നേറ്റിയ കർത്താവ്. അതാണ് ഞാൻ, യേശു. ഉത്തിതനായ യേശുവിനെ കാണാൻ എനിക്ക് താല്പര്യമുണ്ട്. എങ്ങനെ കാണണം? കാണേണ്ടത് ആ ബാംഗ്ലൂരിൽ കാണിച്ചതുപോലെ യേശുവിൻ്റെ സുന്ദരമായൊരു മുഖമോ ശരീരമോ മാത്രമല്ല, അതിനേക്കാളൊക്കെ ഉപരിയായി ഞാൻ അതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് മുറിവുകളുള്ള ആ പാണ്ഡ്യക്ഷതങ്ങളുള്ള യേശുവിനെയാണ്. ഇതാ നിനക്ക് വേണ്ടി കുരിശിൽ തൂങ്ങി മരിച്ച, നിനക്ക് വേണ്ടി മുറിപ്പെട്ട, തിരുവിലാവ് കുന്തി തുറക്കപ്പെട്ട രക്ഷകനാണ് ഞാൻ. ഇതാണ് എനിക്കിഷ്ടം. അങ്ങനെ ഉത്തിതനായ യേശുവിൽ നിങ്ങൾക്കെല്ലാവർക്കും ആശംസ നേരുന്നു. അവിടുത്തെ സ്നേഹം മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഉയിർപ്പിരുന്നാളിൻ്റെ സ്നേഹമംഗളാശംസകൾ. നന്ദി, നമസ്കാരം.